നല്ല ചൂടോടെയാണ് ബിരിയാണി ഒരു പാത്രത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ എൻ്റെ ആവിക്ക് ഇങ്ങനെ പറക്കുന്നിങ്ങനെ കാണിക്കും. അതും ചിക്കൻ ബിരിയാണി, അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്, ഒരു പഞ്ചാബി എന്നൊക്കെ വരുന്ന ഒരു അടിപൊളി ബിരിയാണി ആണെങ്കിലോ ഇതേപോലെ ഇങ്ങനെ പാത്രത്തേക്ക് ഇങ്ങനെ ഓരോ പടി ഇട്ട് കൊടുക്കുമ്പോഴേ മനസ്സാകൊന്ന് കൂടി ഒരു ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കാടാമുട്ടയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി കിടുക്കാച്ചി സാധനമാണ്. അപ്പോൾ എന്തായാലും പോയി വീഡിയോ കണ്ടിട്ട് നമ്മൾ ബസ്മതി റൈസ് ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അത് ഒറ്റ വിസിലൊന്നും വേണ്ട, കുക്കറിലൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ആ ചൂടിൽ തന്നെ അതൊന്ന് വെന്ത് വന്നോളും. അതായിരിക്കും കുറച്ചും കൂടിയും എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റൈസ് ഒന്ന് ചൂടായി വരും, അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നൊക്കെ ഇടുക. കുറച്ച് ഒരു ടീസ്പൂൺ ഗീ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക. നാരങ്ങ നീര് എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നാരങ്ങ നീരും ഇട്ട് കഴിഞ്ഞാൽ റൈസ് ഒട്ടത്തില്ല. ഇതേ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി പഞ്ചാബി സ്റ്റൈൽ ബിരിയാണിയിലേക്ക് പോവാം. ഒരു ചെറിയൊരു നോൺ സ്റ്റിക്ക് പോട്ട് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മിനിമം ചൂടാവുന്നതിന് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ അങ്ങോട്ട് ഇടാം. ഒന്നിൽ കൂടുതലായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഗീ കുറച്ച് വേണ്ടവർക്ക് അങ്ങനെയും ആഡ് ചെയ്യുക. നമ്മൾ ഇതിൽ ഓയിലൊന്നും ഒഴിക്കുന്നില്ല, ഗീ ആണ്. അപ്പോൾ ഗീ ഒന്ന് മെൽട്ടായി വന്നിട്ടാണ് ബാക്കി പരിപാടികൾ. ഗീ ഒന്ന് ചൂടായി മെൽട്ടായി വന്നപ്പോൾ അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഗീ ഒന്ന് ചൂടായതുകൊണ്ട് ആ പട്ടയുടെയും ഗ്രാമ്പുവിൻ്റെയും മണമൊക്കെ ഇങ്ങനെ അവിടെ മൂക്കിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ പഞ്ചാബി ബിരിയാണി വേഗം ഉണ്ടാക്കണമല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ വർക്ക് കുറച്ച് ഫാസ്റ്റ് ആവും, കുറച്ച് ഊർജ്ജമാവും നമുക്ക്. എന്നിട്ട് അതിലേക്ക് പിന്നെ ആഡ് ചെയ്യേണ്ടതാണ് ചില്ലി. ഒരു 4 ചില്ലി ഞാൻ അങ്ങ് 1/2 കട്ട് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ആ ഒരു ചില്ലി ഒന്ന് കുറച്ച് കുക്കാവുന്ന സമയത്താണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യേണ്ടത്. അതിലേക്ക് കുറച്ച് സവാള ഇട്ടു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബി ബിരിയാണിയുടെ സ്പെഷ്യൽ, അതായത് കുറച്ച് സവാളയും പിന്നെ ജിഞ്ചർ ഗാർലിക്കും കൂടിയിട്ട് പേസ്റ്റ് ചെയ്തതാണ്, അത് അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ വേറെ സ്മെല്ല്, ഒരു അടിപൊളി സ്മെല്ല് വരും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപിടിക്കാതൊന്ന് നമ്മുടെ പിടിക്കാനായിട്ട് നമ്മുടെ പഞ്ചാബി ബിരിയാണി അങ്ങോട്ട് മനസ്സിൽ ആലോചിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് മിൻറ്റും കൊറിയാണ്ടറും അങ്ങ് ചോപ്പ് ചെയ്തിടാം. അതിലൊന്ന് നന്നായി മിക്സ് ചെയ്യാം. കൊറിയാണ്ടറും മിൻറ്റും നമുക്കൊരു ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അതാണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു മണവും നല്ലൊരു ഫ്ലേവറും എക്സാക്ട്ലി അതിനെ തരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മിൻറ്റും കൊറിയാണ്ടറും ആഡ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അവസാനമായിട്ട് ഒരു വെജിറ്റബിൾ എന്ന് പറയാനായിട്ട് കുറച്ച് തക്കാളി ഇല ആഡ് ചെയ്യാം. നന്നായിട്ട് ഇത് കുറച്ച് തക്കാളി നന്നായിട്ട് കുക്കാവുന്നതായിരിക്കും. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും ഒന്ന് അടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അടി പിടിക്കും. ഇത് വളരെ കനം കുറവുള്ളൊരു പാത്രമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാത്രം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി പിടിക്കലൊന്നും ഒഴിവാകും. അപ്പോൾ ചൂട് വരുമ്പോഴേക്കും സ്ലോയിലൊന്ന് കുക്കാകുമ്പോഴേക്കും അത് അത്രയും നന്നായിട്ടിരിക്കും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മസാല ഇടണം, ഒരു ചടവും കൂടി ഉണ്ട്. അതിലേക്ക് ഫസ്റ്റ് മസാല ഇട്ട് കറുവപ്പട്ട, ജാതിക്കുരു, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം, ജീരകം അതൊക്കെ പൊടിച്ചിട്ട് അത് നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നോർത്ത് ഇന്ത്യൻ ഫുഡിൽ എപ്പോഴും ജീരകം ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ജീരകം ഡയറക്റ്റായിട്ട് ചേർക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ പൊടിച്ച് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ പൊന്നോ, ഈ സമയത്ത് ഒരു ബിരിയാണിയുടെ അടിപൊളി ആ ഒരു മണം അങ്ങോട്ട് നമ്മുടെ മുട്ടിലേക്ക് ഇങ്ങനെ വരും. ഒരു രക്ഷയില്ല കർത്താവേ. അപ്പം നമ്മുടെ മസാല നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സാക്കി അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അതായത് ആ ഒരു മസാലയുടെയും ആ ഒരു ചില്ലി പൗഡറിൻ്റെയും ഒക്കെ ഒരു പച്ച ചുവ അങ്ങനെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് മിക്സ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. അതായത് ആ ഒരു ചെറിയ ടീസ്പൂണിൽ കുറച്ച് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും പഴയ പോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കുക. സംഭവം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടോ. നമ്മുടെ മസാലയൊക്കെ റെഡി ആയി വരും. അതിലേക്ക് കുറച്ച് ഒരു നമുക്ക് ആവശ്യത്തിന്, അതായത് ഒരു ഒരു കപ്പിൻ്റെ പാതി തൈര് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും. അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു കുറച്ചൊരു കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച കേടിലേക്ക് ഒരു 5-6 പീസ് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. സ്വല്പം നിങ്ങൾക്ക് എത്ര ഉപ്പ് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ഉപ്പോട് എത്ര ആവശ്യമുണ്ടോ എന്ന് പറയാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ നോക്കാം. കേടിൽ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ആ പുളിപ്പൊക്കെ ഒന്ന് പിടിച്ച് പറ്റുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏകദേശം 2 മിനിറ്റോളം കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് വീണ്ടും ഒന്ന് ആ വെള്ളത്തിൽ കിടന്ന് ആ ചിക്കൻ ഒന്ന് കുറച്ചും കൂടി ഒന്ന് നല്ലോണം കുക്കാവാനുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കനിലേക്ക് പുളിയൊക്കെ ഇങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ടാവും. നമ്മളിട്ട മസാല കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് അധികം ചേർത്ത് കൊടുത്താലും അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് കുക്കായിട്ട് വരും. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിപൊളിയായിട്ട് കുക്കാവുന്ന വരെ ഒന്ന് അതങ്ങ് വെച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ നമ്മൾ അടച്ച് കുറച്ച് നേരം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ഐറ്റം ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാലോ. എൻ്റെ പൊന്നേ, പുളി, നല്ല മണം, അടിപൊളി. ഇനി ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടത് കാഷ്നട്ട്, ആൽമണ്ട്, പീനട്ടൊക്കെ വെച്ച് നല്ല വെള്ളം പോലെ പേസ്റ്റ് ചെയ്തെടുത്താണ്, തേങ്ങാപ്പാൽ പോലെ. അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യണം. അതാണ് നമുക്ക് അടുത്തതായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. തരിതരിയായിട്ടുണ്ടായാലും പ്രശ്നമില്ല, നല്ല ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു കാഷ്നട്ടിൻ്റെ ഫ്ലേവറും ഇതിൻ്റെ ഫ്ലേവറും ചിലപ്പോൾ നമ്മുടെ ഗ്രേവി ഇത്തിരി അങ്ങ് തിക്കാക്കി വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നും ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിരുന്ന് കുക്കാവും, കുറച്ച് തിക്കാവും. നമുക്ക് നന്നായിട്ടങ്ങ് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായി മിക്സ് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്ത് വെക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് പടിപടിയായിട്ട് ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് അധികം പടികളൊന്നും ഇടണ്ട. ഫസ്റ്റ് നമുക്ക് റൈസ് ആ ഗ്രേവികൾ അങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഇങ്ങനെ വിട്ട് വരുന്നുണ്ടോ, അത് നമ്മൾ ലെമൺ ഒഴിച്ച് നമ്മൾ നേരത്തെ ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് വിട്ട് വരണത്. അതിങ്ങനെ കട്ട പിടിച്ച് അധികം കാണത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തല്ല, ഇടുന്നത് ഒന്ന് പരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയെന്ന്. എന്നിട്ട് അത് കുറച്ച് ആ ഒരു ഗ്രേവി ഫുള്ള് മൂടുന്ന രീതിയിൽ റൈസ് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ആഡ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ റൈസൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടു. ഇനി അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ മതിയോ, ഒരു ടീസ്പൂൺ നമ്മുടെ ബിരിയാണി റൈസിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ ബിരിയാണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് ടോപ്പിലേക്ക് ബാക്കി റൈസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബിരിയാണി റൈസിൽ നമ്മൾ റൈസൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് അത് ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ഇത്രയും ഒന്ന് കുക്കാക്കി 2 മിനിറ്റ് വരെ കുക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. എന്നിട്ട് തീ ഓഫ് ചെയ്യുക, വീണ്ടും ക്ലോസ് ചെയ്ത് ഒരു 2-3 മിനിറ്റോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി. ഫയർ ഓഫ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെറിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. നല്ല ചൂടുള്ള ബിരിയാണി. അപ്പോൾ നമ്മൾ നേരത്തെ അത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ പഞ്ചാബി ബിരിയാണി, നല്ല ചൂടുള്ള പഞ്ചാബി ബിരിയാണി ഇതാ റെഡി ആയിരിക്കുകയാണ്. ഓ, ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ട തന്ത്രപ്പാടാണ് ഇപ്പോൾ എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഗാർണിഷിനായിട്ട് വേറെ നമ്മൾ കുറച്ച് കാടാമുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് ഗാർണിഷായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നട്ട്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നട്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ കാടാമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് അങ്ങ്
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.